എന്നാ പറ്റി അന്വേഷിച്ചിട്ട് കിളി പോയിരിക്കുന്നു ചോദിക്കാൻ പറ്റില്ല. കിളി പോയിരിക്കുക നാളത്തെ കാര്യം ഓർത്തിട്ടാണോ എല്ലാം ഞാൻ ഇടപെട്ടിട്ടേ ഇല്ല. എന്ത് നാളത്തെ കാര്യം ആലോചിക്കാനോ എന്തുവാന്ന് പോലും അറിയത്തില്ല നാളെ. പക്ഷെ ഇത് നല്ല കളറായിരുന്നല്ലോ പിങ്ക്. അല്ലെന്ന് ബാംഗിൾസാ വേണ്ടത്. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ മീനലക്ഷ്മി. അങ്ങനെ ഇന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി വീഡിയോയുടെ തമ്മിൽ കണ്ടു കാണും. നാളെയാണ് നമ്മുടെ വളൈക്കപ്പ് ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് കുറച്ച് ലാസ്റ്റ് മിനിറ്റ് ബ്ലൗസ് ട്രയൽസ് ചെയ്യാനുണ്ട്, കുറച്ച് കുപ്പി വളകൾ വാങ്ങിക്കാനുണ്ട്, പിന്നെ കുറച്ച് സ്വർണ്ണവള വാങ്ങിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങാനൊക്കെ ഉണ്ട്. അപ്പം അനീഷേട്ടനും അമ്മയും വന്നു. ഇനിയിപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പം, വൈകുന്നേരം ആവാനൊന്നുമില്ല, വൈകുന്നേരമായി. ഞങ്ങൾ രാവിലെ തൊട്ട് ഇതിനെല്ലാം പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ വേണ്ടി നിന്നാണ്. പക്ഷേ ഇപ്പോഴത്തേക്കിനാണ് ഏകദേശം ടൈം സെറ്റായതല്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒരു 10 മിനിറ്റ് കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതേ കിടന്നിട്ട് എണീറ്റിട്ട് വരുന്നുണ്ട്. ഞാൻ ഉറങ്ങിയില്ല കേട്ടോ. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും എണീക്കത്തില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതെ, അഞ്ചിയുടെ മുഖം കണ്ടാലേ അറിയാം ഉറങ്ങിയിട്ടേ ഇല്ലെന്നോട്ട്. ആദ്യം നമുക്ക് ജ്വല്ലറീസ്, കുറച്ച് റെൻ്റൽ ജ്വല്ലറീസ് ഒക്കെ എടുക്കാനുണ്ട്. നമ്മുടെ കൂടെ ഉള്ള ബ്രൈഡ്സ് മെയ്ഡിനെ പോലെ മം ടു ബി മെയ്ഡ്സ് എന്ന് വല്ലതും പറയുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ധാവണി കൊടുത്ത് നമ്മുടെ അഞ്ചേച്ചി, നന്ദുക്കുട്ടി, കൊച്ചു, നമ്മുടെ പല്ലച്ചു, പാറു ഇവരെല്ലാം ധാവണിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ധാവണിക്ക് മാച്ച് ചെയ്യുന്ന കുറച്ച് മാലകളും കമ്മലുകളും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ മാർസയിൽ പോവും. അത് കഴിഞ്ഞിട്ട് കുപ്പിവള വാങ്ങിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാളത്തെ എടുക്കാനുള്ള സാരിയുടെ ബ്ലൗസിൻ്റെ ട്രയൽ, അങ്ങനെ കുറച്ച് പരിപാടികൾ നമുക്ക് പോവാം. അതിന് നമ്മൾ ചായയൊക്കെ കുടിച്ച് നമ്മൾ വന്നിരിക്കുന്നത് മാർസൈ റെൻ്റൽ ജ്വല്ലറിയിലാണ്. ഞാൻ എൻ്റെ കുറേ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും റെൻ്റൽ ജ്വല്ലറീസ് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. എന്നുവെച്ചാൽ ഒത്തിരി പൈസ കൊടുത്ത് നമ്മൾ ഭയങ്കര വലിയ ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ ഒരു ഫംഗ്ഷൻ ഇടും, പിന്നെ അത് വെറുതെ ആയിരിക്കും, വേസ്റ്റ് ആയിരിക്കും. അപ്പം എൻ്റെ കല്യാണം ഏതൊക്കെ തൊട്ടാണ് എനിക്കറിയില്ല, ഏതൊക്കെ ഫംഗ്ഷൻ തൊട്ട് നമ്മൾ ഇവിടെ തന്നെയാണ് വാങ്ങിക്കുന്നത്. ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻറ്റിൻ്റെ അമ്മയുടെ കടയും കൂടാണ് കേട്ടോ. ഞാൻ പഠിപ്പിക്കുമായിരുന്നു, നിങ്ങളിപ്പോഴല്ലേ അറിയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയി പർച്ചേസ് ചെയ്തിട്ട് വരാം. ഇത് നമ്മൾ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ചോക്കറാണ് എടുത്തിരിക്കുന്നത്. ഇവർക്ക് എല്ലാവർക്കും ഒരേ ഏകദേശം സെയിം ഡിസൈനാണ്, കളർ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പം മാച്ച് ചെയ്ത് നോക്കിയിട്ട് ഏതാന്ന് വെച്ചാൽ ഇടാം. ഇതിൻ്റെ എനിക്ക് സെറ്റും കൂടെ തരണേ. ചോക്കറല്ലേ അമ്മയ്ക്ക്. അങ്ങനെ നമ്മൾ കുപ്പിവളയൊക്കെ വാങ്ങിച്ചു, കുറേ കുപ്പിവള വാങ്ങിച്ചു. കുപ്പിവളക്കൊക്കെ ഇത്ര വിലയാണെന്ന് ഞാനിപ്പോൾ വാങ്ങിക്കാൻ പോയപ്പോഴാണ് അറിഞ്ഞത്. പിന്നെ കുപ്പിവള വാങ്ങിച്ചു. ഇനിയിപ്പോൾ നമ്മൾ സ്വർണ്ണവള വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ്. AGDയിലാണ്, നമ്മൾ ചങ്ങനാശ്ശേരിയിലുള്ള AGD ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. എൻ്റെ എൻഗേജ്മെൻറ്റ് തൊട്ട് ഈ ഒരു കട നിങ്ങൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് കായംകുളത്തായിരുന്നു നമ്മൾ അന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇവർ ചങ്ങനാശ്ശേരിയിലുണ്ട്, ഇപ്പോൾ എറണാകുളത്തും ഉണ്ട്. പിന്നെ നമുക്കൊരു ബാങ്കിൾ ഇവിടുന്ന് വാങ്ങിക്കണം, പിന്നെ നമ്മുടെ ബ്ലൗസിൻ്റെ ട്രയൽ, പിന്നെ ഡാൻസിൻ്റെ പ്രാക്ടീസ്, അങ്ങനെ കുറച്ച് പരിപാടികൾ മാത്രം ഞാൻ കയറാം. ചൊറിഞ്ഞോണ്ടിരിക്കുന്നു എന്താണെന്ന് അറിയത്തില്ല. ഇവിടുത്തെ എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ഇവിടുത്തെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ. എന്നെയല്ല, ഇവിടെ ഇഷ്ടം പോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇത് ഓർണമെന്റ്സ് ഉണ്ട്. ഞാൻ ഈ മാല വാങ്ങാനായിട്ട് വന്നത്. പക്ഷെ ഇത് നല്ല കളറായിരുന്നല്ലോ ഈ പിങ്ക്. ആണോ? ബാംഗിൾസാ വേണ്ടത്. ഇതല്ല അത് തന്നെ. ഇത് വെറുതെ കറങ്ങി വന്നാൽ മതിയെന്നല്ലേ. നമ്മുടെ ബ്രേസ്ലെറ്റ് ബാങ്കിളാണ്. ട്വിസ്റ്റിംഗ് ബാങ്കിൾ. അല്ല, ഇതിങ്ങനെ ഇത് ട്വിസ്റ്റ് ചെയ്തിരുന്നു. അത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ കേട്ടുന്നത് അല്ലെന്ന് ലോക്ക് ആയിക്കോളൂ. ഇതും കൊള്ളാം. ഇത് ഡയമണ്ട് അല്ലല്ലോ. ഡയമണ്ട് അല്ല, നോർമൽ സ്റ്റോൺ. ബ്ലൗസിന് 36. അത് കണ്ടോ മൂന്നാമത്തെ നല്ല രസമല്ലേ? രണ്ടാമത്തേൻ്റെ മൂന്നാമത്തെ. ഇതിന്റെ സൈഡ് ഭയങ്കര ആരം. അതിന്റെ മുകളിലത്തെ ഫസ്റ്റ് കിടക്കുന്ന
ഈ കൊള്ളത്തിലെ രണ്ടാമത്തെ പ്രതിമ അത് തന്നെയല്ലേ ഞാൻ ചോദിച്ചേ, ചെറിയ ചെറിയ ഇത്രയും ഒരു ഇത് ചെറിയ സൈസ് അല്ലേ? ഇതിനകത്ത് വൈറ്റ് ഗോൾഡ് ഉണ്ടോ? റോഡിയം പ്ലേറ്റിംഗ് ഗോൾഡ് എന്ന് പറയാൻ പറ്റത്തില്ല, റോഡിയം എന്ന് പറയുന്ന ഒരു മെറ്റലാണ്. ഗോൾഡിനെക്കാളും കുറച്ചുകൂടെ എന്നാ പറ്റിയ നിശ്ചിത കിളി പോയിരിക്കുന്നത് ചോദിക്കാൻ പറ്റില്ല. കിളി പോയിരിക്കുക അതുകൊണ്ടാണ്. നാളത്തെ കാര്യം ഓർത്തിട്ടാണോ അതിനകത്ത് ഞാൻ ഇടപെട്ടിട്ടേ ഇല്ല. എന്ത് നാളത്തെ കാര്യം ആലോചിക്കാനാ? എന്തുവാന്ന് പോലും അറിയത്തില്ല നാളെ. അമ്മ കുഞ്ഞിന്റെ നെറ്റിയിലോ ഉമ്മ കൊടുക്കുന്നത് കറക്റ്റ് ആപ്റ്റാണ് ഈ സാധനം. ഇത് എത്ര ഗ്രാമാ? അത് 2.something, 2.2. ഇതെങ്ങനെ കുറച്ചുകൂടെ കട്ടിയുള്ളത് ഡെയിലി യൂസ് ചെയ്യാനും നല്ലതാണ്. അങ്ങനെ ഗൈസ്, എനിക്കറിയില്ലായിരുന്നു ഇന്നാണ് സ്വർണത്തിന് ഏറ്റവും വില കൂടി നിൽക്കുന്ന ദിവസമെന്ന്. ആദ്യമായിട്ട് അങ്ങനെ ഞാൻ വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കിന് സ്വർണത്തിന് ഇന്നാണ് ഏറ്റവും വില കൂടുതൽ. അങ്ങനെ കറക്റ്റ് ആ ദിവസം തന്നെ ഞാൻ നോക്കി വന്ന് ഞാൻ സ്വർണം വാങ്ങിച്ചു. ചെറിയൊരു വിഷമമുണ്ട്, പക്ഷെ എന്നാലും ഞാനത് കാണിക്കുന്നില്ല. എനിവേ, നമുക്ക് പരിപാടി ആയത് കാരണം നമുക്ക് വേറെ ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമ്മളത് വാങ്ങിച്ചിരിക്കുകയാണ്. പറ, നിങ്ങൾക്ക് സ്നാക്കിങ്ങിന് എങ്ങോട്ടാ പോണ്ടേ? അതിനെ വെറുതെ ഇരുന്ന് അവർക്കൊക്കെ കാപ്പി കൊടുത്തു, ഞങ്ങൾക്ക് കാപ്പി തന്നില്ല കേട്ടോ. വെറുതെ ഇരുന്നവർക്കെല്ലാം കാപ്പി കൊടുത്തു, പർച്ചേസ് ചെയ്തവർക്ക് കാപ്പി തന്നില്ല. അപ്പൊ പോയിട്ട് വരാം. ശരി, ഇറങ്ങി. എവിടാ എന്നാ ബൈ. ലിക്യുബറി പോ. റജീന ആന്റി വിളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നാണ് നമ്മുടെ വളയിക്കാപ്പിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലൗസ് ട്രയൽ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആത്മ ഡിസൈനർ ഹൗസിലാണ്. ഇന്നലെ രാത്രി കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് പിന്നെ രാവിലെ വന്ന് ട്രയൽ ചെയ്യാൻ, വൈകുന്നേരം വലിയ പരിപാടിയുള്ളൂ. അപ്പം നമുക്ക് ട്രയൽ ചെയ്യാം. നമ്മുടെ സാരി ഏതെന്താണെന്ന് ചേച്ചി? ഓ, ഇതിനകത്ത് അമ്മയൊക്കെ ഉണ്ട് കേട്ടോ. അമ്മയും കുഞ്ഞും ഉണ്ട്. കുഞ്ഞിൻ്റെ കാലുണ്ട്, കണ്ട അമ്മ ഞാൻ. ഇത് കുഞ്ഞുമാവ, ഇത് കുഞ്ഞാവയുടെ കാല്, മൊത്ത കാല്. ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ സെറ്റ്. നമുക്കിത് ട്രയൽ ചെയ്യാം. ഞാൻ ഇതുപോലൊന്നും പോയാൽ സെറ്റ് പുറകിൽ അനീഷേട്ടൻ ഇല്ലാത്ത ചലിച്ചുള്ള വിഷമം അനീഷേട്ടാ രണ്ട് പരിപാടിയാണല്ലോ, അതുകൊണ്ടാട്ടോ.
അടുത്ത ഡെലിഷൻ ഓക്കെ വിഷ്ണു ഉൾപ്പെടുത്താം. അല്ലല്ല നൂലേട്ടന് ഞാൻ ഉദ്ദേശിച്ച അടുത്തൊന്നും അങ്ങനെ വൈകുന്നേരം പരിപാടിക്ക് വരണം. തിരുവല്ലയിൽ തന്നെ വെച്ചിട്ടാണ്. ഇവിടുന്ന് അങ്ങോട്ട് വന്നാൽ മതി, കാറൊന്നും എടുക്കണമെന്നില്ല, കാരണം നടന്നു വന്നാൽ മതി. അപ്പം താങ്ക് യു സോ മച്ച്. അപ്പം ഞാനിന്ന് വൈകിട്ട് ഇതൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്ത് സെറ്റ് ചെയ്ത് നിൽക്കുന്ന കാണാൻ വേണ്ടി വരണം. അപ്പോൾ പോയിട്ട് വരാം. ടാറ്റ ടാറ്റ. കൂടുതലൊന്നും പറയുന്നില്ല, പോയിട്ട് വരാം. നമ്മളങ്ങനെ സാരിയെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ വെന്യൂയിലാണ്. ഇവിടെ വെച്ചാണ് നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്നത്. അൻഷൻ ഇത് സ്ഥലം ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഈ വഴിക്ക് വന്നിട്ടില്ല. ഞാൻ ഇതിനകത്തൊരു അതിഥിയെ പോലെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെയാണ് സ്റ്റേജ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡെക്കറേറ്റ് ചെയ്യുന്ന വരുന്നതുകൊണ്ടല്ല, നമുക്കിവിടെ പിക്ചേഴ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഇതൊരു വീടും പിന്നെ ഒരു ലോൺ ഏരിയ ആണ്. വീടിനകത്ത് നമുക്ക് റൂമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ കസിൻസ് എല്ലാവരും കൂടി ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. റൂംസ് ഞാൻ എൻ്റെ കല്യാണത്തിന് മുമ്പ് നമ്മുടെ സംഗീതൻ്റെ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ആ ഫംഗ്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്ഥലം അന്ന് വന്ന് നോക്കിയിരുന്നത്. പക്ഷേ കല്യാണത്തിൻ്റെ സമയം മഴയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഓപ്പൺ പരിപാടിയെ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരെ ഹാളിലോട്ടാക്കി. അപ്പോൾ ഞാനടുത്ത് ഇതാകുമ്പം ഒരു ട്രഡീഷണൽ ടച്ച് ഉള്ളൊരു പരിപാടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീട് എടുത്തത്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡെക്കറേഷൻ ലൈക്ക് ഇവൻറ്റ് ഫുള്ള് മാനേജ് ചെയ്യുന്നത് അഗ്നിതന്ത്ര ഇവൻറ്റ്സ് ആൻഡ് കാറ്ററേഴ്സ് ആണ്. നമ്മുടെ ഫുഡും അവർ തന്നെയാണ്. നമ്മുടെ എന്തിൻ്റെ ആയിരുന്നു ഉണ്ണിച്ചേൻ്റെ റിസപ്ഷൻ്റെ ഫുഡ്. ശരിക്കും പറഞ്ഞാൽ ജോയലിൻ്റെ ഒരു പരിപാടിക്ക് പോയിട്ടാണ് ഞാൻ അമലിനെ കാണുന്നത്. നമ്മൾ ഒരു മീനുവിന്റെ കഴിഞ്ഞ ബർത്ത്ഡേ നമ്മളൊരു വാട്ടർഫോളിൽ വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. അതും അമലാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ അമൽ തന്നെയാണ് ഇതും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാൻ വന്നതേ ഉള്ളൂ. എനിക്ക് പ്രത്യേകിച്ചാണ് ടെൻഷനൊന്നുമില്ല. എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവൻ്റ്, വേറൊരാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് 3 ദിവസം മുമ്പ് ആൾ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല. അങ്ങനെ അവസാനം ഞാൻ 2 ദിവസം മുമ്പ് എനിക്ക് വേറൊരാൾക്ക് കൊടുക്കേണ്ടി വന്നു. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു പാഠം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നടക്കണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ആ പ്ലാനിൽ എന്തെങ്കിലുമൊക്കെ ഒരു പാളിച്ച സംഭവിച്ചെന്നിരിക്കും. പിന്നെ അത് നമ്മൾ ആ ഒരു ലാഘവത്തിൽ അങ്ങ് എടുക്കുക. അതുകൊണ്ട് എനിക്ക് മറ്റേ ടെൻഷനൊന്നുമില്ല. അന്ന് ഞാൻ അത്ര ടെൻഷൻ അടിച്ചെന്ന് വെച്ചാൽ കല്യാണത്തിന് തൊട്ട് 2-3 ദിവസം മുമ്പ് ഇവൻ്റുകാരെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല, അവസാനം അയാൾ റെസ്പോണ്ട് ചെയ്യുന്നുമില്ല. എനിക്ക് ഭയങ്കര വലിയൊരു അടിയായിരുന്നു ആ സാധനം. അപ്പം അതുകൊണ്ട് ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ അമലിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര സമാധാനം. അമലിന് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അമലെ അത് വേണമായിരുന്നല്ലോ, അമലെ ഇത് വേണമായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അമൽ അത് സെറ്റ് ചെയ്തുകൊണ്ട് തരും. നമ്മുടെ റിസപ്ഷൻ്റെ അന്നാണേലും അമലിൻ്റെ സെക്ഷൻ അന്ന് നമ്മൾ കാറ്ററിംഗ് മാത്രമാണ് എടുത്തത്, സ്റ്റേജ് വേറെ ആൾക്കാരായിരുന്നു. പക്ഷേ എന്നിട്ടും നമുക്ക് സൗണ്ട് സിസ്റ്റം വേണം എന്നുള്ളത് ലാസ്റ്റാണ് നമ്മൾ ഓർത്തത്. ഒരു 15 മിനിറ്റ് അല്ലേ, 15 മിനിറ്റ് ഇപ്പം വരുമെന്ന് 15 മിനിറ്റ് എന്ന് പറഞ്ഞ് അത് സംഭവം സെറ്റ് ചെയ്ത്. ലൈക്ക് പുള്ളിയുടെ സെക്ഷൻ അല്ല അത്, വേണമെങ്കിൽ പുള്ളിക്ക് അത് ചെയ്യാതിരിക്കാം. പക്ഷേ പുള്ളിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. പുള്ളി എന്ത് സംഭവം സെറ്റ് ചെയ്ത് തരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോ സ്റ്റേജ് സെറ്റ് ചെയ്യുന്നതും ഒക്കെ ഇവിടെ കാണാം. ബിക്കോസ് ഒരു ഉച്ചയാകുമ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ അത് കഴിയുമ്പോൾ സെറ്റ് ചെയ്യുന്നതൊക്കെ കാണാം. അനുചേച്ചി വിളിക്കുന്നുണ്ട്. ഹലോ. ചേച്ചി